Hello everyone, welcome back to my channel. SSLC ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 യൂണിറ്റ് 1ലെ ചാപ്റ്റർ 1 നോക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്, നമുക്ക് നോക്കാം. നിങ്ങളിത് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വേണം. ഓരോ വാക്കുകളുടെ മീനിങ്സ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊരു പെൻസിലോ പേനയോ എന്തായാലും നിങ്ങൾക്ക് വേണം. ഇനി നമുക്ക് ഈ ഒരു വർക്കിനെ കുറിച്ച് ഞാൻ പറയാം. ഇത് ഗബ്രിയൽ ഗാർസിയ മാർക്വസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ റൈറ്റർ എഴുതിയ ഒരു സ്റ്റോറിയാണ്. ഇതിൽ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു കാര്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ എവറിഡേ ലൈഫിൽ നടക്കുന്ന റിയാലിറ്റി ഉണ്ടാകും, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാജിക്കൽ അല്ലെങ്കിൽ ഫാൻറ്റസിയും കൂടി ഉൾപ്പെടുത്തും, നടക്കാത്ത കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തും. അതായത് റിയലിസവും ഫാൻറ്റസിയും കൂടെ കൂടിച്ചേരുന്നതാണ് മാജിക്കൽ റിയലിസം. ഇത് ഗബ്രിയൽ ഗാർസിയ മാർക്വസ്, അതേപോലെ സൽമാൻ റുഷ്ദി, ഇസബൽ അലൻ്റെ ഇങ്ങനെ കുറച്ച് റൈറ്റേഴ്സൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് നോക്കാം. കൈൻഡ്നസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. നമ്മുടെ വേൾഡിൽ അത്യാവശ്യമായിട്ട് വേണ്ട ക്വാളിറ്റീസാണ് കൈൻഡ്നസ് ആൻഡ് എംപതി. കൈൻഡ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദയ എന്നുള്ളതാണ്. എംപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ അവസ്ഥ നമുക്ക് സംഭവിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുന്നതിനെയാണ് എംപതി എന്ന് പറയാം. നമുക്കിപ്പോൾ ഒരാൾ വിശന്നിരിക്കുന്നു, അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എനിക്കാണ് ഈ ഒരു വിശപ്പ് അനുഭവപ്പെടുന്നതെങ്കിൽ എന്നാലോചിക്കുന്നു, അതിനെയാണ് എംപതി എന്ന് പറയുക. ഇതെല്ലാം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ ക്വാളിറ്റീസാണ് അല്ലേ. ദീസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്. ഈ ക്വാളിറ്റീസ് ഉണ്ടെന്നാണെങ്കിൽ ഡാർക്കസ്റ്റ് എന്താ പറയുക, വിഷമിച്ചിരിക്കുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾക്കൊരു ലൈറ്റ് വരുന്ന പോലെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവുന്ന പോലെയാണ്. അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് ദ വൺസ് ഹു അപ്പിയർ ഡിഫറെൻറ്റ്. നമ്മുടെ ഈ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻസ് കാണുന്ന ഒരാൾക്ക്, അതായത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഇത്തിരി വ്യത്യസ്തനാണ് എന്ന് തോന്നുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുന്നൊരു രീതിയുണ്ട് സൊസൈറ്റിയിൽ. എസ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾനറബിൾ. അതേപോലെ തന്നെ സ്പെഷ്യലായിട്ടും ഒരാൾ വീക്കായിട്ടുള്ള ഒരാളാണെന്നാണെങ്കിൽ, അതേപോലെ തന്നെ വൾനറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളിങ്ങനെ അവരുടെ ഫീലിങ്സൊക്കെ എപ്പോഴും ഷെയർ ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ആൾ ആണെന്നാണെങ്കിൽ, അവരെ വീക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ അവരിനെ നമ്മൾ ഒറ്റപ്പെടുത്താറുണ്ട്. We may not always realize that even small acts of compassion can have a significant impact on many lives. നമ്മൾ എപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു പരിഗണനയാണെങ്കിൽ കൂടിയും മറ്റുള്ളവരുടെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ അങ്ങനെ മനസ്സിലാക്കാറില്ല. ഇനി നമുക്ക് ചാപ്റ്റർ നോക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. വെരി ഓൾഡ് മാൻ മീനിങ് അല്ല, ഒരു വയസ്സായുള്ള ആൾ വിത്ത് എനോമസ് വിങ്സ്. എനോമസ് എന്ന് പറഞ്ഞാൽ ലാർജ് വിങ്സ്. വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചിറകുകൾ. നോക്കാം. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ലൈറ്റ് വാസ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വെളിച്ചമൊന്നുമില്ല, ഉച്ച സമയമാണെങ്കിൽ പോലും. വെൻ പെലയോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. പെലയോ എന്ന് പറയുന്ന നമ്മുടെ ഒരു ക്യാരക്ടർ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് കോർട്ട്യാർഡ്. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താണ് ഗ്രോണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഗ്രോണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കില്ലേ, വേദനിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കും, അതായത് മേക്കിംഗ് എ ലോ സൗണ്ട് ഇൻ പെയിൻ, അതാണ് ഗ്രോണിങ്. എന്താണ് ഗ്രോണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അനങ്ങിക്കൊണ്ടിരിക്കുന്നത് എവിടെ, ഇൻ ദ റിയർ ഓഫ് കോർട്ട്യാർഡ്. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മുറ്റത്തിൻ്റെ ആ ഒരു ബാക്ക് പാർട്ട്, അവിടെയാണ് ഇവിടെ റിയർ എന്ന് ഉദ്ദേശിക്കുന്നത്, മുറ്റത്തിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ട്. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ, എ വെരി ഓൾഡ് മാൻ. നല്ല അടുത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഓൾഡ് മാൻ, വെരി ഓൾഡ് മാൻ ആണ് എന്നുള്ള കാര്യം. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ഒരു മനുഷ്യൻ, ഒരു വയസ്സായൊരു മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ മുഖം വെച്ചിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അവിടെ പിക്ചറിൽ നമുക്കത് കാണാം. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ് ദ മാൻ കുഡിൻറ്റ് ഗെറ്റ് അപ്പ്. ഒരുപാട് എഫേർട്സ് അദ്ദേഹം എടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ മനുഷ്യന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല.
impeded by his enormous wings. ഇംപെറ്റഡ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്ഡ് ആവുക അല്ലെങ്കിൽ ഡിലേഡ് ആവുക എന്ന് വെച്ചാൽ വലിയൊരു ചിറക് അയാൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ശ്രമിച്ചിട്ടും എഴുന്നേൽക്കാനായിട്ട് സാധിക്കാഞ്ഞത്. അപ്പോൾ ഇംപെറ്റഡ് മീനിങ് ബ്ലോക്ക്ഡ് ഓർ ഡിലേഡ് എന്നാണ്. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ് പെലയോ റാൻ ടു ഗെറ്റ് എലിസെൻ്റ്. ആ ഒരു കാഴ്ച കണ്ട് പേടിച്ചിട്ട് പെലയോ എലിസെൻ്റെയുടെ അടുത്ത്, എലിസെൻ്റ് ആരാണ്? അദ്ദേഹത്തിൻ്റെ വൈഫാണ്, ഹിസ് വൈഫ്. പെലയോ എലിസെൻ്റെയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഷി വാസ് പുട്ടിങ് കോംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നത്? വയ്യാതിരിക്കുന്ന മകന് ഈ കോംപ്രസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ചൂട് പിടിച്ചു കൊടുക്കുന്നത് ഉണ്ട് കംപ്രസസ് ആണ്, അല്ലെങ്കിൽ തുണി നനച്ചിടുന്നത്, അങ്ങനെ ഐസ് വെക്കുന്നതൊക്കെ കംപ്രസസ് ആണ്. അപ്പോൾ കുട്ടിക്ക് കംപ്രസസ് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഹി ടുക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അപ്പോൾ അയാൾ അവളെ കോർട്ട്യാർഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലാണ്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. രണ്ടുപേരും ആ വീണ് കിടക്കുന്ന ബോഡിയിലേക്ക് നോക്കി. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. ആ ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ ഒരു റാഗ് പിക്കറിനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അതായത് റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ കുപ്പിപ്പാട്ടയൊക്കെ പറക്കുന്ന ആളുകളാട്ടോ. ദർ വെർ ഓൺലി എ ഫ്യൂ ഫെയ്ഡഡ് ഹെയർസ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൽഡ് സ്കൾ. അയാളുടെ സ്കളിൽ, ബാൽഡ് എന്ന് പറഞ്ഞാൽ മുടിയൊന്നും ഇല്ലാത്ത ആ ഒരു തലയിൽ കുറച്ച് മുടികളെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ഫ്യൂ ഹെയർസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വായിൽ കുറച്ച് പല്ലുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പിറ്റിഫുൾ എന്ന് വെച്ചാൽ ദയനീയമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ വെറ്റ്, നനഞ്ഞിരിക്കുന്ന, സോക്ഡ്, നനഞ്ഞിരിക്കുന്ന ഒരു വയസ്സായ ഒരു അപ്പൂപ്പനെ പോലെയാണ് തോന്നിയത്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ നല്ല വയസ്സായ ഒരു അപ്പൂപ്പൻ. ദിസ് ടുക്ക് എവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് എത്ര വലിയൊരു ഗ്രാൻഡ് സ്റ്റാറ്റസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതെല്ലാം ആ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ അതൊക്കെ എടുത്ത് മാറ്റുന്ന തരത്തിലുള്ളൊരു അവസ്ഥ, ദയനീയമായൊരവസ്ഥയായിരുന്നു അദ്ദേഹം. ഗ്രാൻഡിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താണ്? ആ ഒരു ഗ്രേറ്റ് സ്റ്റാറ്റസ്, വലിയൊരു ഗ്രേറ്റ് സ്റ്റാറ്റസിലുള്ള ആളായിരുന്നെങ്കിൽ പോലും ഈ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രേറ്റ് സ്റ്റാറ്റസിൽ എല്ലാം എന്താ പറയുക, ഒറ്റ ലുക്കിൽ നിന്ന് നമുക്ക് തന്നെ അത്രയും ഒരു ഇത് പോവും, ആ ഒരു ലുക്ക് പോവും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എല്ലാം പോവും ആ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് വെർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. അദ്ദേഹത്തിൻ്റെ വലിയ വിങ്സ്, ബസാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ്. അപ്പോൾ ആ പക്ഷിയുടെ വലിയ വിങ്സ് പോലെ ആയിരുന്നു, ഡേർട്ടി ആയിരുന്നു, കുറേ ചിറകുകളൊന്നും അതിലില്ലായിരുന്നു. വെർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്, നിറച്ചും ചെളിയായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുമായിരുന്നു. എൻടാങ്കിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ലേ നമ്മൾ, ട്വിസ്റ്റായിട്ട് കിടക്കുന്നതിനെയാണ് എൻടാങ്കിൾഡ് എന്ന് പറയുക. ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുമായിരുന്നു. They looked at him so long and so closely that Peleo and Elisenda very soon overcame their surprise. അപ്പോൾ കുറേ നേരം എലിസൻ്റെയും പെലയോയും ആ ആളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. കുറേ നേരം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഇയാളെ പരിചയമുള്ള പോലെയായി. ദെൻ ദേ ഡേഡ് സ്പീക്ക് ടു ഹിം. എന്നിട്ട് അവർക്ക് ഡേഡ് എന്ന് പറഞ്ഞാൽ ധൈര്യം കാണിച്ചു അയാളോട് സംസാരിക്കാം. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അയാൾ ഇങ്ങനെ സംസാരിച്ചു. ഒരു ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാത്തത്, പെട്ടെന്ന് മനസ്സിലാവില്ല എന്നാണ്. ഇൻകോംപ്രിഹെൻസിബിൾ മീനിങ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ. അങ്ങനത്തെ ഒരു ഡയലക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീജിയണിൽ മാത്രം സംസാരിക്കുന്നൊരു സ്റ്റൈലുണ്ടല്ലോ, ഒരു ഭാഷ ഒരു റീജിയണിൽ. ഇപ്പോൾ തൃശ്ശൂർ ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തിരുവനന്തപുരം നമുക്കറിയാം, കോട്ടയം വ്യത്യാസമില്ലേ? അങ്ങനെ ഒരു ഡയലക്റ്റിൽ നമുക്കധികം പെട്ടെന്ന് മനസ്സിലാവാത്തൊരു ഡയലക്റ്റിൽ അയാൾ സംസാരിച്ചു. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്, ഒരു സെയിലറിൻ്റെ ഒച്ചയിൽ അല്ലെ വോയിസിൽ സംസാരിക്കുകയാണ്. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. അങ്ങനെ അവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു കാസ്റ്റവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലൊക്കെ അപകടത്തിൽ പെട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വീണ് വേറെ സ്ഥലത്തേക്ക് അതായത് കപ്പൽ അപകടത്തിലൊക്കെ പെട്ട ഒരാൾ, കാസ്റ്റവേ അതാണ്, അങ്ങനെ ഒരാളാണെന്ന് മനസ്സിലായി. ഒരു ഫോറിൻ ഷിപ്പിൽ നിന്ന് കപ്പൽ അപകടത്തിൽ പെട്ടിട്ട് വീണ് കിടക്കുന്നതെന്ന് മനസ്സിലായി. ഷിപ്പ് റെക്ട് ബൈ ദി സ്റ്റോം, കാറ്റ് കാരണമുള്ള കൊടുങ്കാറ്റ് കാരണം ഷിപ്പ് റെക്റ്റൊക്കെ ആയിട്ട് അങ്ങനെ വീണ് കിടക്കുന്നതെന്ന് മനസ്സിലായി. ദെൻ ദേ കോൾഡ് ഇൻ എ നെയ്ബർ വുമൻ ടു സീ ഹിം. അങ്ങനെ അവർ ഒരു അയൽവാസിനെയും കൂടി ഇയാളെ കാണിച്ചു കൊടുക്കാനായിട്ട് വിളിച്ചു, ഒരു വുമനെ.
All she needed was one look to show them their mistake. He is an angel, she told them. അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഈ സ്ത്രീ പറഞ്ഞു, ആ ഏതൊരു ഏഞ്ചലാണ് എന്ന് പറയണം, മാലാഖയാണ്. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. ഇയാൾ എന്തായാലും നമ്മുടെ കുട്ടിക്ക് വയ്യാതെ കിടക്കല്ലേ, കുട്ടീനെ സുഖപ്പെടുത്താൻ വേണ്ടി വന്നതായിരിക്കും. പക്ഷേ ഓൾഡ്, വയസ്സായതുകൊണ്ട് ആണ്, പാവപ്പെട്ടതിന് വയസ്സായി, അതാണ് ഇങ്ങനെ, അത് മഴയായിരിക്കും ഇയാളെ ഇവിടെ കൊണ്ട് ഇട്ടത് എന്ന് ആ സ്ത്രീ പറഞ്ഞു. On the following day, everyone knew that a flesh and blood angel was held captive in Peleo's house. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവർക്കും മനസ്സിലായി, ഒരു ഏഞ്ചൽ, അതായത് ഏഞ്ചൽ എന്ന് പറയുമ്പോൾ ഫ്ലഷും ബ്ലഡും ഒക്കെ ഉള്ള ഒരു ഏഞ്ചൽ പെലയോൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് അവിടെയുള്ള ആളുകൾക്ക് ആ ഒരു ന്യൂസ് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഇനി നെക്സ്റ്റ് വൺ, Peleo watched over him all afternoon from the kitchen, armed with his bailiff's club. പെലയോ ഇയാളെ കിച്ചണിൽ നിന്നുകൊണ്ട് എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ബെയിലിഫ്സ് ക്ലബ്ബ് കൊണ്ട്, ബെയിലിഫ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വടിയാണ് കേട്ടോ, സ്റ്റിക്കാണ്. ആ സ്റ്റിക്ക് കൊണ്ട് എന്താണ് ഇയാളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ബെയിലിഫ്സ് ക്ലബ്ബും, അതായത് ഒരു വടിയാണ്. നമ്മളിപ്പോൾ പ്രിസണേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ഓഫീസേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്ക്. Before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. കിടന്നുറങ്ങുന്നതിനൊക്കെ മുമ്പേ ഏഞ്ചലിനെ പെലയോ പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് കോഴികളുടെ കൂടെ കോഴിക്കൂട്ടിൽ ലോക്ക് ചെയ്തിട്ടു. ചിക്കൻ കൂപ്പ് എന്ന് പറഞ്ഞാൽ കോഴിക്കൂട്, അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇട്ടേക്കുന്ന ഒരു സ്ഥലം. A short time afterward, the child woke up without a fever and with a desire to eat. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കുട്ടി പനിയൊന്നും ഇല്ലാതെ, പനിയെല്ലാം മാറി വിശന്നിട്ട് എഴുന്നേറ്റു. Then they felt magnanimous. അങ്ങനെ അപ്പോൾ അവർക്കൊരു സമാധാനം, ഒരു നോബിൾ ഫീലിംഗ് വന്നു. മാഗ്നാനിമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, നോബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അങ്ങനെ ഒരു സമാധാനമായിട്ട് തോന്നി. പാവം, ഒരു ഫോർഗീവിങ്, ആ ഒരു ജനറസ്, ഒരു കൈൻഡ്നെസ് കാണിക്കാമെന്നൊരിത് തോന്നി. They decided to put the angel on a raft with fresh water. അങ്ങനെ അവർ തീരുമാനിച്ചു, ഒരു ഫ്രഷ് വാട്ടറുള്ള ഒരു റാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പൽ, ഒരു ബോട്ട് പോലത്തെ, കപ്പലല്ല ഒരു ബോട്ട് പോലെ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, വുഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കണയാവാം, വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത്. അപ്പോൾ അതിൽ ഇടാമെന്ന് തീരുമാനിച്ചു. And provisions for 3 days and leave him to his fate on the high seas. അങ്ങനെ ഒരു 3 ദിവസത്തേക്ക് അങ്ങനെ ചെയ്യാം, ഒരു റാഫ്റ്റിൽ ഇതിനെ ഇട്ടേ വെച്ചേക്കാം എന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇഷ്ടത്തിന് അതിനെ വിട്ട് കളയാമെന്നൊരു വിചാരിച്ചവർ. ഇപ്പോൾ പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊടുത്ത് റെഡിയാക്കിയിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ, പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് ചെയ്യാമെന്നാണ് വിചാരിച്ചത് 3 ദിവസത്തേക്ക്. എന്നിട്ട് അതിൻ്റെ വഴിക്ക് അതിനെ വിട്ടേക്കാമെന്ന് തീരുമാനിക്കുകയാണ്. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. അങ്ങനെയൊക്കെ വിചാരിച്ചവർ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ എണീറ്റ് അതിനെ നോക്കാനായിട്ട് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത്, ആളുകളെല്ലാവരും ഈ ചിക്കൻ കൂപ്പ്, കോഴിക്കോടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏഞ്ചലിൻ്റെ കൂടെ ഫണ്ണായിട്ട് ഇങ്ങനെ ഏഞ്ചലിൻ്റെ അടുത്ത് ഏഞ്ചലിനെ ഫണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ്. The visitors were tossing him things to eat ത്രൂ ദി ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്. അപ്പോൾ വിസിറ്റേഴ്സ്, അടുത്തുള്ള നെയ്ബേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ സാധനങ്ങളെല്ലാം ഇനി ഇട്ട് കൊടുക്കുക. എന്താ ഈ ടോസിങ് എന്ന് പറഞ്ഞാൽ ത്രോയിങ് ലൈറ്റ്ലി എന്നാണ്. ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ട് അതിനെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിലൂടെ, ആ കൂപ്പിൻ്റെ, കോഴിക്കോടിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാവില്ല, ചെറിയ ചെറിയ ഓപ്പണിങ്സ്, അതിലൂടെ. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വെർ നോട്ട് എ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് അനിമൽ. ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറായിട്ടല്ല ആളുകൾ ഇതിനെ കണ്ട, ഒരു സർക്കസ് അനിമലായിട്ടാണ്, സർക്കസിലെ ഒരു അനിമലായിട്ട്. ദി ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. ഇങ്ങനെയൊരു ആള് ഇവരുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, ഒരു ഏഞ്ചൽ, ഇങ്ങനെ ക്യാപ്റ്റീവ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അവിടെ ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ളത്, അവരവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പെട്ടെന്ന്
റാപ്പിഡിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസ്സിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ബഹളം, അതായത് കുറേ എന്താ പറയുക, ഒരു മാർക്കറ്റ് പ്ലേസിൽ പോലത്തെ ഒരു ബസ്സിലായിരുന്നു കോർട്ട്യാർഡിൽ ഉണ്ടായിരുന്നത്. ബസ്സിൽ എന്ന് പറഞ്ഞാൽ തിരക്ക്. പിന്നെയോ ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. ആളുകളെ വിളിക്കേണ്ടി വന്നു, ട്രൂപ്സിനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നിർത്തേണ്ടി വരുന്ന ഒരവസ്ഥ. ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ആളെ വിളിക്കേണ്ട അവസ്ഥയാണ്. മോബ് എന്ന് പറഞ്ഞാൽ ജനം. ദേ ഗോട്ട് ദി ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ് ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദി ഏഞ്ചൽ. അപ്പം അങ്ങനെ അവർക്കൊരു ഐഡിയ തോന്നാണ്, ഈ ഇവിടെ ഒരു ഫെൻസിങ് ഒക്കെ ചെയ്യുക, ഒരു മതിൽ പോലെയൊക്കെ കെട്ടി റെഡിയാക്കിയിട്ട് ഇതിനെ കാണാനായിട്ട് വന്ന ആളുകളിനോട് പൈസ മേടിക്കാം, കുറച്ച് ഫീസൊക്കെ മേടിച്ചിട്ട് ഇതിനെ കാണിക്കാം എന്ന് വിചാരിക്കണം. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിനെ കാണാനായിട്ടുള്ളൊരു ആകാംക്ഷ ആളുകളിലേക്ക് ദൂരെ നിന്നുള്ള ആളുകൾ വരെ ആകാംക്ഷ കാരണം വന്നു തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഭാഗ്യമില്ലാത്ത, ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞാൽ സിക്കായിട്ടുള്ള ആളുകൾ, അസുഖം ബാധിച്ചേക്കുന്ന ആളുകൾ ഇത് നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇതിനെ കാണാൻ വരികയാണ്. പെലയോ ആൻഡ് എലിസൻഡർ വെർ ഹാപ്പി വിത്ത് ഫാറ്റിക്. ഇങ്ങനെ ഒരു ഭയങ്കര ടയേർഡ് ആവുന്നുണ്ടെങ്കിൽ പോലും ഇത് വെച്ച് ഇവർ ഭയങ്കര ഹാപ്പി ആയി ആ കപ്പിൾ. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദ റൂംസ് വിത്ത് മണി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർ നല്ല പൈസ ഉണ്ടാക്കി. ക്രാംഡ് ദ റൂംസ് വിത്ത് മണി. ക്രാംഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ലിങ്, അതായത് ഓവർ എന്താ പറയുക, സ്പേസ് ഫിൽഡ് ബിയോണ്ട് കപ്പാസിറ്റി, നിറച്ചും ഇങ്ങനെ പൈസ കൂട്ടി വയ്ക്കാനായിട്ടുള്ള അങ്ങനെ. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദ ടേൺ ടു എൻ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ. അങ്ങനെ ക്യൂ ഭയങ്കര നീളത്തിലായി, ആളുകൾ കാണാൻ വരുന്നതിൻ്റെ ക്യൂ. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഇങ്ങനെ ഈ ഏഞ്ചലിനെ കാണാനാണ് എല്ലാവരും വരുന്നെങ്കിൽ പോലും ഈ ഏഞ്ചലിന് മാത്രം ഇതിൽ ഒരു റോളും തന്നെ ചെയ്യാനില്ല. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. ഏഞ്ചൽ ആ ഒരു നെസ്റ്റിൽ, അവരുടെ ആ ഒരു നെസ്റ്റിൽ, ആ ഒരു കൂപ്പിൻ്റെ അകത്ത് കംഫർട്ട് ആവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. ആദ്യം ഇവർ അതിനെക്കൊണ്ട് കുറച്ച് മോത്ത് ബോൾസ് തീറ്റിക്കാനായിട്ട് ശ്രമിച്ചു. എന്താണ് മോത്ത് ബോൾസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മോത്ത് ബോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചെറിയ റൗണ്ടിലൊരു സാധനമാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ഇതിൽ വയ്ക്കാം. മോത്ത് ബോൾസ് ആർ ക്ലാസിഫൈഡ് ആസ് പെസ്റ്റിസൈഡ് ആൻഡ് യൂസ് ടു കൺട്രോൾ മോത്ത്, സിൽവർ ഫിഷ് ആൻഡ് അതർ ഫൈബർ പെസ്റ്റ് ഇൻ വൂൾ ആൻഡ് അതർ നാച്ചുറൽ ഫൈബർ ക്ലോത്തിങ് ആൻഡ് മെറ്റീരിയൽസ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിന്നുന്ന ഒരു തീറ്റയായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ഇടാം. ഓക്കെ, അതൊരു ഒരു സബ്സ്റ്റൻസ് ആണ്. നമ്മൾ ചെറിയ റൗണ്ടിലിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് കഴിക്കാനായിട്ട് കൊടുക്കാൻ നോക്കിയത്. ബട്ട് ഹി ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. പക്ഷേ അത് കഴിച്ചില്ല. നമ്മുടെ ഏഞ്ചൽ ഇതല്ല കഴിച്ചത്, പക്ഷേ എഗ് പ്ലാന്റ് മഷാണ് കഴിച്ചത്. എഗ് പ്ലാന്റ് മഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് തരാം. ഇതാണ് കഴിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമയായിരുന്നു. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻ സ്പെക്റ്റഡ് ഹിം. കോഴികൾ അതിനെ കൊത്തിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഭയങ്കര ക്ഷമയായിരുന്നു. സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. കോഴിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ വിങ്സിൽ എന്തെങ്കിലും ചെറിയ പ്രാണികളുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൊത്തിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇതിന് ഭയങ്കര ക്ഷമയായിരുന്നു ഏഞ്ചലിന്. He was patient again when the cripples pulled out his feathers to touch their limbs with. അതേപോലെ എപ്പോഴായിരുന്നു വേറെ സമയത്ത് ഭയങ്കര ക്ഷമ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള, ഫിസിക്കലി ഡിസബിലിറ്റീസ് ഉള്ള ആളുകളാണ്. അവർ എന്താ പറയുക, അതിനെ ടച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലും ഇത് ക്ഷമയോടെ തന്നെ നിന്നു. അതായത് ക്രിപ്പിൾസ് എന്നിട്ടുണ്ടെങ്കിൽ ഡിസബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അവർ ഇതിൻ്റെ ഫെദേഴ്സ് പിടിച്ച് വലിച്ചു. ഓക്കെ, പക്ഷേ ആ സമയത്ത് പോലും ഇയാൾ ഡിസബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തെങ്കിൽ പോലും അവിടെയും ക്ഷമ കാണിച്ചു നിന്നു. ഹി റിമെയിൻഡ് പേഷ്യൻറ്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മെർസിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. ഇവിടെ എത്ര മോസ്റ്റ് മെർസിഫുൾ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നേക്കുന്ന ആളുകൾ ഇയാളിനെ
കല്ലെറിഞ്ഞപ്പോൾ പോലും ക്ഷമയോടെ നിന്നു. ആഫ്റ്റർ ഓൾ ദേ വെർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. ഇങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് എണീപ്പിക്കണം, എന്നാൽ എല്ലാവർക്കും ഇയാൾ എണീറ്റ് നിൽക്കുന്നത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, എണീപ്പിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ ഒരു ട്രാവലിംഗ് ഷോ ആ ഒരു ടൗണിൽ വന്നു. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. ആ ഒരു ട്രാവലിംഗ് ഷോയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വുമൺ ലൈറ്റ്നിങ്ങും തണ്ടറും വന്നപ്പോൾ എന്തായി മാറി? സ്പൈഡറായിട്ട് മാറിയ ഒരു വുമൺ ആയിരുന്നു. The admission fee to see her was less than the fee to see the angel. ഏഞ്ചലിനെ കാണാനുള്ള ഫീസിനേക്കാൾ കുറവ് പൈസയായിരുന്നു ആ സ്ത്രീയെ കാണാനായിട്ട്. സ്പൈഡറായിട്ട്, അതായത് ഇടിമിന്നലും ഇടിവെട്ടും വന്നപ്പോൾ സ്പൈഡറായി മാറിയൊരു സ്ത്രീ, അവരെ കാണാനായിരുന്നു ഫീസ് കുറവ്. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹെർ. അപ്പോൾ ആളുകളെല്ലാം അവരെ കാണാനായിട്ട് പോയി. ദേ വെർ ഓൾസോ പെർമിറ്റഡ് ടു ആസ്ക് ഹെർ ഓൾ മാനർ ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹെർ അബ്സേർഡ് സ്റ്റേറ്റ്. അതോടൊപ്പം തന്നെ അവളോട് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെയത്, എല്ലാ കാര്യത്തിലും ക്വസ്റ്റ്യൻസ്, എല്ലാത്തരം ക്വസ്റ്റ്യൻസ് അവളോട് ചോദിക്കായിരുന്നു. ദി ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമെന്റ്. അങ്ങനെ അവർ വീട്ടിലെ ഓണേഴ്സിന് വേറെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല വിഷമിക്കാനായിട്ട്. With the money they saved, they built a 2-story mansion with balconies and gardens. അങ്ങനെ അവരുടെ പൈസ കൊണ്ട്, അവർക്ക് ഇയാളെ വെച്ചിട്ട് ഉണ്ടാക്കിയ പൈസയും കൊണ്ട് അവർ വലിയ 2 നില വീട് പണിതു. ബാൽക്കണിയും ഗാർഡനൊക്കെ വെച്ചൊരു വലിയ 2 നില വീട് പണിതു. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ. നല്ല നെറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ക്രാബ്സ് ഒന്നും ഞണ്ടുകളൊന്നും വരില്ല വിൻ്ററിൽ. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോ സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻ ഗെറ്റ് ഇൻ. അപ്പോൾ അയൺ ബാർസ് ഒക്കെ വെച്ചിട്ടുണ്ട് വിൻഡോയിൽ, ഇനി ഏഞ്ചൽസ് ഒന്നും അകത്തേക്ക് കയറാതിരിക്കാൻ. പെലയോ ഓൾസോ സെറ്റ് അപ്പ് എ റാബിറ്റ് വാരൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. അങ്ങനെ പെലയോ ഒരു റാബിറ്റ് വാരൻ, റാബിറ്റിൻ്റെ കൂടും കൂടെ റെഡിയാക്കി. അതേപോലെ തന്നെ ജോബും റിസൈൻ ചെയ്തു, ബെയിലിഫായിട്ടുള്ള ജോബും റിസൈൻ ചെയ്തു. എലിസൻഡ ബോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡെസെൻറ്റ് സിൽക്ക്. എലിസൻഡ എന്ത് ചെയ്തു? കുറച്ച് ഹൈ ഹീൽസ് ഉള്ള ചെരുപ്പൊക്കെ വാങ്ങിച്ചു, നല്ല ഡ്രസ്സ്, സിൽക്കിൻ്റെ പേര് ഇറിഡെസെൻറ്റ് സിൽക്കൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സും മേടിച്ചു, ചെരുപ്പും മേടിച്ചു. അങ്ങനെ ദ ചിക്കൻ കൂപ്പ് വാസ് ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. ഈ കോഴിക്കോട് മാത്രം ഇങ്ങനെ കടന്നു, അതിന് ഒരു അറ്റൻഷനൊന്നും കിട്ടിയില്ല. ദ ഡങ് ഹീപ് സ്റ്റെൻസ് ഫ്രം ദ കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. ആ കോഴിക്കോട്ടിലുള്ള വേസ്റ്റിൻ്റെ സ്മെല്ല് ആ ഒരു പുതിയ വീടിനെ പഴയ വീടാക്കി മാറ്റുന്നുണ്ടായിരുന്നു. At first, when the child learned to walk, they were careful that he did not get too close to the coop. കുട്ടി നടന്ന്, അതായത് പഠിച്ചു വരുമ്പോഴേക്കും, ഇവരുടെ കൊച്ചുണ്ടല്ലോ, നടന്ന് തുടങ്ങുമ്പോഴേക്കും അവർ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലൂസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗെറ്റ് യൂസ് ടു ദ സ്മെൽ. പിന്നെ അവർക്ക് പേടിയൊക്കെ മാറി, ആ സ്മെല്ല് അവർക്ക് പരിചയമായി. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടൂത്ത്, ഹീ ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. കുട്ടിക്ക് 2ാമത്തെ പല്ല് വരുന്നേക്കാൾ മുമ്പേ കുട്ടി ചിക്കൻ കൂപ്പിലേക്ക്, കോഴിക്കോട്ടിലേക്ക് കളിക്കാൻ പോയിരുന്നു. ആസ് ദ വയേഴ്സ് വെർ ഫോളിങ് അപ്പാർട്ട്, ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. ഈ 2 പേർക്കും ചിക്കൻ പോക്സ് ഒരുമിച്ചാണ് വന്നത്. അതായത് ഈ കുട്ടിക്കും ഈ ഏഞ്ചലിനും ഒരുപോലെ സമയത്ത് ഒരുമിച്ച് തന്നെ ചിക്കൻ പോക്സും വന്നു വിട്ടു. ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദ ചൈൽഡ് കുഡിൻ റെസിസ്റ്റ് ദ ടെംപ്ടേഷൻ ടു ലിസൺ ടു ദ ഏഞ്ചൽസ് ഹാർട്ട്. കുട്ടീനെ നോക്കിയ ചൈൽഡ് അല്ല, ഡോക്ടർ എന്താ പറയുക, ഏഞ്ചലിനെയും കൂടി പരിഗണിച്ചിരുന്നു. ഹി ഫൗണ്ട് സോ മച്ച് വിസ്ലിംഗ് ഇൻ ദ ഹാർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. ഹൃദയത്തിൽ നല്ല വിസ്ലിംഗ്, അതേപോലെ സൗണ്ട്സ് കിഡ്നീസിലൊക്കെ സൗണ്ട്സ് കേട്ടു. വാട്ട് സർപ്രൈസ് ഹിം മോസ്റ്റ് അവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. ഡോക്ടറിന് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് വിങ്സിനെ കുറിച്ചാണ്. ദേ സീംഡ് സോ നാച്ചുറൽ ഓൺ ദറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ആ ഒരു ഹ്യൂമൻ ബീങ്ങിൽ ഇങ്ങനെ ഒരു വിങ്സ് ശരിക്കും നാച്ചുറൽ ആയിട്ടാണ് ഡോക്ടറിന് തോന്നിയത്. ഹി കുഡിൻ അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ദം ടു. ഡോക്ടറിന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് മറ്റുള്ള ആളുകൾക്ക് ഇതേപോലെ വിങ്സ് ഇല്ലാത്തതെന്ന്. വെൻ ദ ചൈൽഡ് ബിഗാൻ സ്കൂൾ, ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. കുട്ടി സ്കൂളിൽ പോകാനായപ്പോഴേക്കും മഴയും സൂര്യപ്രകാശവും കാരണം ആ ഒരു ചിക്കൻ കൂപ്പ് ആകെ കൊളാപ്സ്ഡായി, വീണുപോയി. ദ ഏഞ്ചൽ വെന്റ് ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദെയർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. ഏഞ്ചൽ ഇങ്ങനെ ഡ്രാഗിങ് ചെയ്ത് നടന്നു, ഇങ്ങനെ ഇഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, ഒരു തെരുവിൽ മരിച്ചു വീഴാൻ പോകുന്ന ആളെ പോലെ. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം പല സ്ഥലങ്ങളിൽ ഈ ഏഞ്ചലിനെ കണ്ടു തുടങ്ങി.
He could scarcely eat, and his eyes had also become so foggy that he went about bumping into paws. അപ്പോൾ ഇയാൾ എന്താ പറയുക, സ്കേഴ്സ്ലി റെയർ ആയിട്ട് ഇയാൾ കഴിക്കുള്ളൂ. അതേപോലെ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഫോഗി ആയിട്ട് മാറി. ഫോഗി ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാഴ്ചയില്ലാത്തൊരു ബ്ലർഡായിട്ടുള്ള ഒരു വിഷനില്ലേ, യെസ്, അതേപോലെ തോന്നി. എന്നിട്ട് ഇയാളെ അവിടെ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ ഇയാളിങ്ങനെ കാണാനായിട്ട് തുടങ്ങി. തടസ്സമായിട്ടൊക്കെയാണ് തോന്നിയത് കേട്ടോ എല്ലാവർക്കും. ഇങ്ങനെ എന്താ പറയുക, അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി അവിടെ തടസ്സമായിട്ട് നിന്നു തുടങ്ങി. പെലയോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. പെലയോ ഒരു ബ്ലാങ്കറ്റ് ഇയാൾക്ക് കൊടുത്തു, ആ ഷെഡ് കിടന്നോളാനും പറഞ്ഞു. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇയാൾക്കൊരു രാത്രി ഒരു ചൂടുണ്ടെന്ന്. ദേ ബിക്കം അലാംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, മനസ്സിലായി ഇയാൾ മരിക്കാൻ പോകുന്നു. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേസ്റ്റ് വിന്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. എന്നാലും മരിച്ചില്ല, ആ ഒരു ഭയങ്കര തണുപ്പിൽ പോലെ അയാളത് സർവൈവ് ചെയ്തു. ഫസ്റ്റ് സണ്ണി ഡേയ്സ് ആയപ്പോഴേക്കും അയാൾ ഇംപ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങി. അയാൾ ഹി റിമെയിൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫാർത്തസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. കോർട്ട്യാർഡിൽ തന്നെ ഒരു മൂലയിൽ ഇയാൾ എന്താ പറയുക, അനങ്ങാതെ കിടന്നു. ഇനി ഒരു മൂലയിൽ അനങ്ങാതെ കിടന്നു. At the beginning of December, some large stiff feathers began to grow on his wings. അദ്ദേഹത്തിൻ്റെ ചിറകിൽ ചെറിയ ചെറിയ ഫെദേഴ്സ് ഡിസംബറിൻ്റെ തുടക്കത്തിൽ വളർന്നു തുടങ്ങി. They looked like feathers of a scarecrow. ഒരു സ്കെയർ ക്രോ, ഇവിടെ പിക്ചർ ഉണ്ടോ, സ്കെയർ ക്രോൻ്റെ ഫെദർ പോലെയാണ് ആ ഒരു ലുക്ക് ഉണ്ടായിരുന്നത്. അയാളുടെ ചിറക് വളർന്നു വരുന്നത് അങ്ങനെയാണ് തോന്നിയത്. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. അപ്പോൾ ഓണിയൻസ് കട്ട് ചെയ്യായിരുന്നു എലിസണ്ട മോർണിംഗിൽ. ദെൻ ഷി വെൻറ്റ് ടു ദ വിൻഡോ ആൻഡ് ഫൗണ്ട് ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു കാറ്റ് വരുന്ന പോലെ തോന്നി വിൻഡോസിലൂടെ. എലിസണ്ട വിൻഡോൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് നോക്കിയപ്പോൾ ഏഞ്ചൽ പറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ദർ വെർ സോ ക്ലംസി ദാറ്റ് ഹി വാസ് ഓൺ ദ പോയിന്റ് ഓഫ് നോക്കിംഗ് ദ ഷെഡ് ഡൗൺ ആസ് ഹി കുഡിൻറ്റ് ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദി എയർ. അതായത് ഇതിങ്ങനെ പറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇതിനങ്ങോട്ട് ഭയങ്കര എഫേർട്ട് ഇട്ട് നമ്മളിങ്ങനെ പറന്നുയരാൻ ശ്രമിക്കുന്നു, അത് കണ്ടു. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആറ്റിറ്റ്യൂഡ്. പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷേ അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് അവർ, പക്ഷേ എയറിലേക്ക് ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല. നമ്മൾ ഒരു ആൾ പറക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ എയറായിട്ടൊരു കണക്റ്റഡ് ആയിട്ടൊരു ഗ്രിപ്പ് കിട്ടിയാലേ പറക്കാൻ പറ്റുള്ളൂ, അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഷി കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ ഓണിയൻസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇവള് ഇയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഏഞ്ചലിനെ. ഷി കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. ഇനി കാണാൻ പറ്റില്ല ഇയാളെ എന്നുള്ള രീതിയിൽ ഇവള് ഇങ്ങനെ ഏഞ്ചലിനെ തന്നെ നോക്കിയിരുന്നു. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ്. ഇനി ഒരിക്കലും അയാൾ ഒരു ബാധ്യതയാവില്ല ഇൻ ഹെർ ലൈഫ്, അവളുടെ ലൈഫിൽ. ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. പക്ഷേ ഇനി എന്തായിരിക്കും, ഒരു ഇമാജിനറി ഡോട്ടായിട്ട് നിൽക്കും കടലിൽ, ഹൊറൈസണിൽ ഒരു ഇമാജിനറി ഡോട്ടായിട്ട് നിൽക്കും. ഹൊറൈസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തും അതേപോലെ സ്കൈയും കൂടെ ആ ഒരു മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഹൊറൈസൺ. ഒരു ദൂരെ കാണുന്നത് കടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറ്റം. അപ്പോൾ അതേപോലെ അവിടെ ഒരു ഡോട്ടായിട്ട് ഇനി ഇയാൾ മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ഒരു കൊളംബിയൻ നോവലിസ്റ്റാണ്, ഗ്രേറ്റസ്റ്റ് റൈറ്ററാണ്. നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 1982 കിട്ടിയേക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ അവാർഡ്സ് അല്ല, വർക്ക്സ് എന്ന് പറഞ്ഞാൽ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദ കേണൽ ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ്. ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സിൽ ഒരാളാണ് ഇദ്ദേഹം. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉള്ളതുകൊണ്ടാണ് നടക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, മാജിക്കൽ റിയലിസം ഉള്ളതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾക്ക് ഒരു ലൈഫിൽ നടക്കാത്ത കാര്യങ്ങൾ ഇതിൽ പറഞ്ഞേക്കണത് കേട്ടോ. ഇതൊന്നും നടക്കില്ലല്ലോ എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ദാറ്റ് ഈസ് മാജിക്കൽ റിയലിസം. താങ്ക് യു.